UK ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളവരിൽ ഒരാളാണ് ഇത് ഈ ഇരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ലാത്തതിന്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ എന്താ മെഡിക്കൽ കോളേജൊക്കെ പണിയാൻ വേണ്ടി ഇട്ടിട്ട് ഇതുവരെ പണിയൊന്നും കഴിഞ്ഞിട്ടും ഇല്ല, അതിന് പണിയൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം പോയിട്ട് വരുമ്പോ ഈ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നില്ല. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 ഹോസ്പിറ്റൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒന്നിടെ ഈ കാണുന്ന ഹോസ്പിറ്റൽ CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മിംസും വന്നിട്ടുണ്ട് ഇവിടെ. കാസർഗോഡ് ഇതാണ് ഞങ്ങളുടെ കാസർഗോഡ്. കാസർഗോഡ് ബസ് സ്റ്റാൻഡ് കാണുന്നേ ഇല്ലല്ലേ, കാണുന്നതാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ്. ഇതേ അപ്പൊ ഞങ്ങളിത് മിന്നുവിന്റെ വീട്ടിലെത്തിട്ടോ. ഇത് മിന്നുവിന്റെ വീട്. ഇവിടെ ഞാൻ ഒരു സാധനം കാണിച്ചു തരാട്ടോ. അബിയുടെ വീടും എന്റെ വീടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഒരു 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അല്ലേ? നല്ല സുഖമാണ്. അപ്പൊ ഞങ്ങക്ക് നല്ല സുഖമാണ്. നടന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വലിയ ദൂരമില്ല. അപ്പൊ ഇതാണ് നമ്മളിപ്പോ പുതിയത് വീട്. പഴയ വീട് ആ കാണുന്നതാണ് കേട്ടോ അല്ലേ? 2 വീട്ടിലും താമസമുണ്ട്. ഞങ്ങൾ അവിടെ താമസിക്കും, ഇവിടെ താമസിക്കും. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പ്രവാസികളായ ആൺമക്കളുള്ള ചില വീടുകളിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ബാ ഇതുകൂടി. UK ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളവരിൽ ഒരാളാണ് ഇത് ഈ ഇരിക്കുന്നത്. വണ്ടി എടുത്ത് പെരക്കകത്ത് കയറ്റി വെക്കാന്നൊക്കെ പറയാറില്ലേ, അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. 2018 ഞാൻ മേടിച്ച എന്റെ ബുള്ളറ്റ് ആട്ടോ. മിന്നുവിന്റെ വള പണയം വെച്ച് ഞാൻ മേടിച്ചതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സമ്പാദ്യം അല്ലേ? ഇതാണ് നമ്മുടെ അടുത്ത ആള്. തുണിയെല്ലാം ഇട്ട് വെച്ചേക്കോട്ടെ, കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്ക്രാം. ഇത് അളിയന്റെ വണ്ടിയാ. അളിയൻ അവൻ വേറെ സ്ഥലത്ത് പോയപ്പോ ഇത് ഇവിടെ കയറ്റി വെച്ചു. അങ്ങനെ 2 സാധനം നമ്മളിവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതിനൊന്ന് നമുക്ക് പുറത്തെടുക്കണം അല്ലെ? അത് ഇന്ന് എടുക്കാൻ സമയമില്ല. ഇന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഓർമ്മകൾ അയവർക്കാൻ വേണ്ടിട്ട് അല്ലെ? ഞാൻ വർക്ക് ചെയ്തത് മംഗലാപുരത്താണ് കേട്ടോ. ഇന്ന് വർക്ക് ചെയ്തത് മംഗലാപുരത്താണ്. അപ്പൊ അവിടെ നമുക്ക് മംഗലാപുരം പോകണം, സിറ്റി സെന്ററിൽ പോകണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം. അപ്പൊ 2 ദിവസത്തേക്ക് ഇന്ന് പോയിട്ട് നാളെ രാവിലെ വരുന്ന രീതിയിൽ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോ, ഇവനാണ് എന്റെ ഒരു കാലത്ത് എന്റെ സന്തത സഹചാരി. ഇപ്പൊ ബാറ്ററി എല്ലാം ഡൗൺ ആയി. പോകുമ്പോ വരെ ഇതിന്റെ കീ എന്റെ ഓഹരിലുണ്ടാവും. ഉറങ്ങുമ്പോഴും നെഞ്ചോട് ചേർത്ത് ഞാൻ ഇതിന്റെ കീ വെക്കുക. ഇതിന്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ നമ്മള് കോവിഡ് ടൈമില് ലോക്ക്ഡൌൺ കഴിഞ്ഞ് അത് മുംബൈയിൽ നിന്ന് ഓടിച്ചു വന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക്. അന്നേരം വേറെ വണ്ടികളൊന്നും ഇല്ല, പക്ഷെ ഈ ബൈക്ക് ബുള്ളറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് വരാൻ പറ്റി അല്ലേ? ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതും എന്താ മോനെ, അതൊരു ഭയങ്കരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ. അത് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയാണ്. ഇത് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു വെച്ചേക്ക് വേണം. ഇനിയിപ്പോ ബാറ്ററി ഒരു വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷെ ഇതിന്റെ ബ്രേക്ക് പോയി കേട്ടോ. ഈ ബ്രേക്ക് പക്ഷെ സ്ക്രാം പുതിയതാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് 1 ഇയർ കണ്ട് ആയിട്ടുള്ളൂ മേടിച്ചിട്ട്. സ്ക്രാമിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ? സാധനം നമ്മൾ വിൽക്കാൻ വേണ്ടി ഒരു പ്ലാൻ സ്ക്രാം കൊടുക്കുന്നുണ്ട് നമ്മള്. ഇത് നമ്മൾ വിൽക്കുന്നില്ല. ഇതിന് പൊന്നുമ്പോ തന്നാലും വിൽക്കത്തില്ല. ഇത് ഞാൻ എന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട്. എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു ബുള്ളറ്റ് ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹം. നമ്മളെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കോട്ടോ. ഇത് നോക്കി എന്ത് രസമൊക്കെ കാണാൻ നോക്കിയോ. ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു വ്യൂ എന്റെ അമ്മ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് റെഡിയാക്കി എടുക്കണം. പൊടിയൊക്കെ പിടിച്ചിരിക്കുക. ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് ടാങ്കിന് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മുടെ ബാറ്ററി റിമൂവ് ചെയ്ത് വെച്ചേക്കോട്ടെ. ഇനി അത് ഇടണം. ഇതിന് യാതൊരു പ്രശ്നമില്ല. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ചായതേ ഉള്ളൂ കേട്ടോ. ഒരു 2 മാസം ആയതേ ഉള്ളൂ ഇത് കയറ്റി വെച്ചിട്ട്. ഇതിലും ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. മറ്റേ ഇത് റിമൂവ് ചെയ്തേക്കുക, ബാറ്ററി റിമൂവ് ചെയ്തേക്കുക. ഇതായിരുന്നു കേട്ടോ നമ്മളെ പഴയ വീട്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ച കേട്ടോ ഈ കാണുന്ന വീട്. പഴയതല്ല കേട്ടോ. പഴയ വീട് മീൻസ് നമ്മുടെ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ. ഹേയ് ഇത് കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടനെ കണ്ടോ, കൂട്ടിലാക്കി വെച്ചേക്കുക. എന്നാടാ ഒന്നും മൈൻഡില്ലല്ലോ. ഇതാണ് ഇവിടെ ഇരിക്കുന്ന ഒരാളെ കണ്ട് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതാരാന്ന് നോക്കിയേ. ഇതും കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കയറ്റിയിട്ടേക്കോ. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് കഴുകിയെടുത്ത് ടയർ 2 മാറ്റി 4 മാറ്റി കഴിഞ്ഞാൽ സെറ്റാ സാധനം. നമ്മൾ മംഗലാപുരത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ 1.25 മണിക്കൂറുണ്ട് മംഗലാപുരത്തോട്ട്. റോഡ് നന്നായത് കാരണം നമുക്ക് ഉള്ളിലെത്താൻ ചാൻസ് ഉണ്ട്.
വികസിച്ചു. ഇപ്പൊ പള്ളിയുടെ അടുത്ത് വരെ കടകളും കാര്യങ്ങളൊക്കെ എത്തി. ഇത് ഈ മേൾ കാണുന്ന കേട്ടോ നമ്മുടെ പള്ളിയിലൊക്കെ പോകണം. മലയോര കർണാടക അതിർത്തിയിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? അതെ, ഇവിടുത്തെ മിക്ക സ്കൂളുകളിലും കന്നഡ ലാംഗ്വേജും പഠിപ്പിക്കും കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇല്ലേ ആനക്കല്ലിലേക്ക്? 1 കിലോമീറ്റർ ഉണ്ടോ? ഇല്ലല്ലേ, 1 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ അടുത്ത സ്ഥലം ആനക്കല്ല്. ഇതാണ് എന്റെ സ്ഥലം. ആനക്കല്ല് എന്ന് പറയുന്ന ഈ ഒരു 4-3-7 കടയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ രസമാട്ടോ ഇവിടെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടൗൺ അല്ലേ? ഇവിടെ എന്ന് പറയുമ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മീൻസ് ആരും അറിയാത്ത ആൾക്കാരോ അങ്ങനത്തെ ഒരു ഇതില്ല, എല്ലാരെയും അറിയാം അല്ലേ? നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന കുറ്റിക്കോൽ എന്ന് പറഞ്ഞ ടൗണിൽ കൂടെയാണ്. കുറ്റിക്കോല് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധം വന്നത് വീഡിയോ എടുത്തില്ല എന്നുള്ളത്. ഇപ്പൊ കുറ്റിക്കോല് കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ള കുറച്ച് ഇവിടെയുള്ള ഒരു ഡ്രൈ ലാൻഡ് പോലത്തെ സ്ഥലമാണ് കേട്ടോ അല്ലേ? പാറ അങ്ങനത്തെ മറ്റേ നമ്മുടെ ചുവന്ന കല്ലില്ലേ, ഇത് കണ്ടില്ല അവിടെ കിടക്കുന്ന, അങ്ങനത്തെ ഒക്കെ എടുക്കുന്ന ടൈപ്പ് സ്ഥലങ്ങളാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ലാത്തതിന്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ എന്താ മെഡിക്കൽ കോളേജൊക്കെ പണിയാൻ വേണ്ടി ഇട്ടിട്ട് ഇതുവരെ പണിയൊന്നും കഴിഞ്ഞിട്ടും ഇല്ല, അതിന് പണിയൊന്നും നടക്കുന്നുമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം പോയിട്ട് വരുമ്പോ ഈ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നില്ല. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 ഹോസ്പിറ്റൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒന്നിടെ ഈ കാണുന്ന ഹോസ്പിറ്റൽ CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ മിംസും വന്നിട്ടുണ്ട് ഇവിടെ. അത് കുറച്ചങ്ങോട്ട് പോകുമ്പോ മിംസും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കാസർഗോഡിനെ എല്ലാരും മംഗലാപുരത്തിന് ആശ്രയിച്ചോണ്ടിരിക്കുന്ന. അതെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന, അതായത് ഇച്ചിരി ക്രിട്ടിക്കൽ ആണെങ്കിൽ നിങ്ങൾ മംഗലാപുരത്തോട്ട് പൊക്കോന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് മംഗലാപുരത്തോട്ട്. അത് മാത്രല്ല, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന്മാര് ബോർഡർ അടയ്ക്കുകയും ചെയ്യും. അതെ, കഴിഞ്ഞ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ബോർഡർ അടച്ചതൊക്കെ ഭയങ്കര പ്രശ്നമായി, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആൾക്കാർക്ക്. പിന്നെ ഉള്ള പരിയാരം മെഡിക്കൽ കോളേജാണ് നമുക്ക് കണ്ണൂര് പോകുന്നത്. അപ്പൊ കാസർഗോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത്യാവശ്യമായിരുന്നു അല്ലേ? അങ്ങനെ ഇത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന് അടുത്തെത്തി കേട്ടോ നമ്മളിപ്പം. അങ്ങനെ കാസർഗോഡുകാർക്ക് ഇപ്പം അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി 2 ഹോസ്പിറ്റൽ ആയിട്ടുണ്ട്. ഇതേ ഒന്ന് ആസ്റ്റർ മിംസ്, അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ, നല്ല വലുപ്പം ഉണ്ടല്ലേ, സ്പെഷ്യാലിറ്റിയാ. ഞങ്ങളിവിടെ വന്നപ്പോ ഒരു ക്രെയിൻ കണ്ടു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി കാണുന്നത് അല്ലേ? ഭയങ്കര താന്നിരിക്കുന്ന അതിന്റെ ക്യാബിൻ ഫ്രണ്ടില്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ കാണുന്ന ഈ മുകളിലോട്ട് കാണുന്നതാണ് കേട്ടോ 6 വരിപ്പാത. നമ്മളിവിടെ ചർക്കള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് നമ്മളിനി ഈ ഒരു 6 വരിപ്പാതയിലോട്ട് ജോയിൻ ചെയ്യും. ഇവിടെ ഇനി കുറച്ചും കൂടി ഇത് പൂർത്തിയാക്കാനുള്ള അല്ലേ മേ? പൂർത്തിയായി അല്ല, ഈ കാണുന്ന ഇത് കണ്ടില്ലേ, പിന്നെ കർണാടകയ്ക്കുള്ള റോഡിലോട്ടുള്ള ലിങ്ക് അല്ലേ? നമ്മുടെ ആക്ച്വലി കേരളത്തിന്റെ എല്ലാം തന്നെയായി. ഇത് വേറെ, ഈ റോഡ് വേറെയാ. ആണോ? അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് കർണാടകയിലെ സുല്യത്തിന് പോകണമെന്ന രീതിയിൽ ഈ പാതയിലോട്ട് കണക്ഷൻ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നോക്കുവാണ് കേട്ടോ. ഏതുവഴിയായിരുന്നു പോണ്ടേ? ഈ ഓട്ടോ പോകുന്ന വഴിയല്ലേ? ഓട്ടോ പോകുന്ന വഴി അപ്പുറത്ത് വേറൊരു ചെരുവ്, ആ താഴെ കൂടെ ആയിരുന്നു പോണ്ടേ? അല്ല, അത് ബസ് പോകും. ഇനി ഓട്ടോറിക്ഷ കിടക്കുന്നതിന് ഇങ്ങനെ തിരിയണം. ലെഫ്റ്റിലോട്ടാ? അല്ല, അവിടെ അടച്ചോ, അവിടെ വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. നേരെ പോകും, ബൈക്ക് പോകുന്നതിലേ പോകും. ബൈക്ക് പോകുന്നതല്ലേ പോണ്ടേ? നമുക്ക് നമ്മളവിടെ എത്തുമായിരിക്കും. ഇവരുണ്ട് ഇവിടെ ക്ലോസ് ചെയ്തതുണ്ടോ? അതിലായിരുന്നു പോകണ്ടേ, ഇപ്പൊ അത് ക്ലോസ് ചെയ്തുകൊണ്ട്. അങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണ്. നമ്മളിപ്പോ മെയിൻ ഹൈവേയിൽ കയറിയിട്ടേ കാണിച്ചു തരാവേ. അത് മാത്രല്ല, ഇതിലെ ബൈക്ക് പോരുന്നൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ ഇഷ്ടം പോലെ ബൈക്ക് കേട്ടാ. ഇതിനകത്ത് ബൈക്ക് ഓട്ടോ കയറെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാരും കയറും, അങ്ങനെയാണ് നാട്ടിൽ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് നമ്മുടെ അടിപൊളി, ഇത് 6 വരിപ്പാതയാണ് കേട്ടോ. പക്ഷെ 80 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. 80 കിലോമീറ്റർ സ്പീഡേ പോകത്തുള്ളൂ. ചിലടത്ത് 50 അല്ല, അത് മുകളിലല്ലേ 50? ഓക്കെ, ഇവിടെ 80 കിലോമീറ്റർ സ്പീഡ്. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കാസർഗോഡ് സിറ്റി കൂടിയാണ് കേട്ടോ. ഇവിടെ ഈ 6 വരിപ്പാത വന്നത് ഇതിനകത്തോട്ട് കയറി പോകുന്നത് നമുക്കൊന്നും അറിയത്തില്ല. അതായത് നമ്മള് ടച്ച് ആവുന്നില്ല, അതേപോലെ ഈ ടൗണ് കഴിഞ്ഞു പോകുന്നത് പോലെ നമ്മൾ അറിയൂല. നമ്മുടെ
ഇതാണ് ഞങ്ങളുടെ കാസർഗോഡ്. ഇതാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ്. കാസർഗോഡ് ബസ് സ്റ്റാൻഡ് കാണുന്നേ ഇല്ലല്ലേ? താഴെ കാണുന്നതാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ്. സിറ്റി ടവർ ഹോട്ടൽ നോക്കിയേ. മുന്നേ നല്ല ഇതായിട്ട് എടുത്ത് നിന്നിരുന്നല്ലേ? എടുത്ത് നിൽക്കുന്നില്ല. പക്ഷെ നമ്മള് ഇപ്പൊ ഇതിലെ കൂടെ മലബാർ ഗോൾഡ് ഒന്നും തിരിയുന്നില്ല. ഇപ്പൊ നമ്മൾ ഇതിലൂടെ കേറി പോകുന്ന കാസർഗോഡ് കഴിഞ്ഞു. കാസർഗോഡ് കഴിഞ്ഞു ഇത്ര പെട്ടത്. ഇനിയിപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ ടൗൺ കഴിഞ്ഞു. കാസർഗോഡ് ടൗൺ കഴിഞ്ഞു. ഒന്ന് അവിടെ ഉണ്ട് കണ്ടോ? ആ കാറിന്റെ നേരെ അപ്പുറത്തെ സൈഡിൽ കണ്ടോ? ഒരു ഫൈൻ എന്തായാലും കിട്ടിയെന്നായിരിക്കും തോന്നുന്നു. വഴി നീള ക്യാമറകളാട്ടോ, ഒരെണ്ണം അടിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. മംഗലാപുരത്തിന്റെ ആ ഒരു ബിസി ഇതിലോട്ട് കേറി കേട്ടാ. ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നത് ഇങ്ങോട്ട് കാണിക്കുന്നത്, എവിടെ പോണത് നമുക്കത് മനസ്സിലാവുന്നില്ല. വൺ റൂട്ട് വരുന്നിടത്തോട്ടൊക്കെയാണ്, വൺ വേ കൂടെ ഒക്കെയാണ് ഗൂഗിൾ മാപ്പ് പോകാൻ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാഹസികമായ ഡ്രൈവിംഗിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ പോകേണ്ട സിറ്റി സെന്ററിലോട്ടാണ് കേട്ടോ. നമ്മൾ സിറ്റി സെന്ററിലോട്ട് പോകാനാണ് നോക്കുന്നത്. പണ്ട് ഇതിലെ കൂടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞാണ്, പക്ഷെ വഴി അറിയില്ല അല്ലേ? വഴിയെല്ലാം മറന്നുപോയി. വഴി മറന്നുപോയി. ഇവിടെ നിന്ന് തിരിയാച്ചേ, തിരിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. കറക്കം തന്നെ കറക്കം. ഒരു മണിക്കൂറായി കറങ്ങുന്നത്. ഇവിടുന്ന് പണ്ട് ബുള്ളറ്റ് കൊണ്ട് വന്നിട്ട് ഒരു ഫൈൻ കിട്ടിയതാ, ഓർക്കുന്നുണ്ടോ? അത് അടച്ചിട്ടില്ല ഇതുവരെ. അത് എത്ര ആയിട്ടുണ്ടാവും? ചെമ്മണ്ണൂർ അവിടെയാണ്. നേരെ പോയി ആ കയറ്റമില്ലേ, ഇതെവിടെ സ്ഥലം? ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കാണിക്കുന്നത് 200 മീറ്ററിൽ ലെഫ്റ്റ്. ഫൈനലി സിറ്റി സെന്ററിന്റെ മുന്നിലെത്തിയോട്ടെ. ഇനി പാർക്കിങ്ങിലോട്ട് എങ്ങനെ പോകുന്ന അറിയില്ല, അത് നോക്കണം. കറങ്ങി വരണം അല്ലേ? ഇതിലെ കയറണം തോന്നുന്നു. ഇതിലെ കയറണം തോന്നുന്നു. കറങ്ങാമായിരിക്കും, ആർക്കറിയാം. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിട്ടാ ഒരു വിധത്തില്. നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരും. മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞ് ഈ ഒരു സിറ്റി സെന്ററിന്റെ ഉള്ളിലോട്ട് കയറാനാണ് ഏറ്റവും പാട് അല്ലേ? മറ്റേ കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ ഇത്ര പ്രശ്നമില്ലായിരുന്നു. ആമി കിൻഡർ ജോയ് മേടിക്കാനാണ് കേട്ടോ വന്നേ. അതിന്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ സിറ്റി സെന്ററിനകത്ത് കയറിയിട്ടോ. നമ്മൾ പണ്ട് നിന്ന് അതേ സ്ഥലത്ത് വന്ന് നിന്നു. ഇവിടെ നിന്ന് ഞങ്ങളും ഇങ്ങനെ എല്ലാവരും നോക്കുന്ന പോലെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അല്ലേ? കാഴ്ച കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഷോപ്പ് ചെയ്യണം. കുറച്ചധികം നേരം നമുക്ക് ഇതിനകത്ത് കറങ്ങാനുണ്ടല്ലേ? അപ്പോൾ തുടങ്ങാം നമുക്ക്. രാത്രിക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇന്നൊരു സിനിമ ഒക്കെ കാണണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉണ്ടോ നോക്കിയായിരുന്നോ? ആട് 3 കാണണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഷോപ്പിംഗ് തുടങ്ങാം സുഹൃത്തുക്കളെ. അങ്ങനെ സിറ്റി സെന്ററിനുള്ളിൽ നടന്ന് ഞങ്ങൾ മടുത്തു കേട്ടോ. ഇപ്പോൾ ഞാനും അമ്മയും കൂടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. നമ്മുടെ മിന്നും അമ്മയും കൂടെ ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരുവിധം എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറിയിട്ടോ. ഞാൻ മടുത്ത്, ഇനി എനിക്ക് ഒരടി നടക്കാൻ വയ്യ. ഭയങ്കര സൗണ്ടാണ്, കേൾക്കുമെന്ന് അറിയില്ല. നമ്മുടെ ഫുഡ് കോർട്ടിൽ കയറി ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ഞങ്ങൾ ചെഷ്വാൻ ഫ്രൈഡ് റൈസ് മേടിച്ചു. അബി ഇതേ വലിയൊരു ബിഗ് ഫാറ്റ് മീൽ ഡീലൊക്കെയാണ് തിന്നാൻ പോകുന്നത്. അതുപോലെ ഇത് ആമിക്കുട്ടി ഇവിടെ ഐസ്ക്രീം തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ജ്യൂസും മേടിച്ചു. ആമിക്കാണെങ്കിൽ കുത്തിയിട്ട് കിട്ടുന്നില്ല, അതിന്റെ ദേഷ്യമാണ് ആമിക്ക്. അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടാ. നല്ല അടിപൊളി ഫുഡാണ് കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അത് അടിപൊളിയാണ്, ഈ ജ്യൂസ് അടിപൊളിയാണ്, ഐസ്ക്രീം അടിപൊളിയാണ്. ആമിക്കുട്ടിക്ക് ഇതിനകത്തൊക്കെ കയറണത് ഭയങ്കര ആഗ്രഹം. പിന്നെ സാധിച്ചു കൊടുക്കാൻ അറിയാൻ പറ്റും അല്ലേ? 4-5 ഗെയിം കളിക്കാം. ചെരുപ്പൊക്കെ എടുക്കാൻ. പിന്നെ ഇതിപ്പോ ടൈം കഴിയുന്നതിന് മുന്നേ ഓടിക്കേ. നമ്മള് തോറ്റടി.
അടുത്തത് അബിയുടെയാണ് കേട്ടാ. അബി ബൈക്ക് ഓടിച്ച് സ്റ്റാൻഡിങ്, ബൈക്ക് സ്റ്റാൻഡിങ്. അബി സ്പീഡില്ല അബി, വേഗം പോ. ഇതിന് ഭയങ്കര നല്ല രസമുണ്ട്. ഇതിന് ഇതായിട്ട് മൂവ് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ തെറിച്ച് വീഴുന്നവരൊക്കെ ഫീൽ ചെയ്യും അല്ലേ ചേ? അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മള് മോളിലെത്തി കേട്ടോ, സ്പാറിലെത്തി. മംഗലാപുരത്ത് നൊസ്റ്റു അയവർക്കാൻ വന്നയാ. ഇപ്പൊ ഫുൾ ടൈം മറ്റേ എന്താ പറയാ ഷോപ്പിംഗ് സെന്ററിനകത്ത് തന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ സ്പാറ് ഭയങ്കര ഒരു സംഭവമാണ്. നമുക്ക് ഭയങ്കര നൊസ്റ്റു ഉള്ളൊരു സ്ഥലം കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ തവണ വന്നപ്പോഴും വന്നായിരുന്നല്ലേ? എല്ലാ തവണ. ഫൈനലി നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് സൂര്യകാന്തി അല്ലേ? ഇത് ജമന്തി. അപ്പൊ ഇതോ? മിന്നു ആസ് യൂഷ്വൽ മിന്നുവിന്റെ ഉപ്പിലിട്ട സാധനം മേടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടമാണോ എനിക്ക്? അല്ല ഇഷ്ടമാണെന്നല്ല, അടിപൊളിയാണോ? മടുത്ത് ചൂടല്ലേ ഇപ്പൊ ഇതിനകത്ത്? പക്ഷെ വേറെ എന്തൊക്കെ മുട്ടായി മേടിച്ചു, വേറെ എന്തെല്ലാം മുട്ടായി മേടിച്ചു. മിക്കി മൗസിനെ മേടിച്ചു, ഉടുപ്പ് മേടിച്ചു, ചെരുപ്പ് മേടിച്ചു. ഇന്നിവിടെ നിക്കാന്ന് പിന്നെ വേണ്ട. അതെ, വെറുതെ ഒരു ദിവസം നിന്ന്. കാരണം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇന്നത്തേക്ക്. നമ്മളിന്ന് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ നമ്മള് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. എവിടെയാണ് ഇത് കഴിക്കാം? ഞങ്ങൾ ഇന്നലെ മംഗലാപുരത്തൊക്കെ പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. നമ്മള് ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ഷീണിച്ചു പോയിട്ടോ. ഭയങ്കര ചൂടായി ഇവിടെ ഒന്നാമത്. അപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ മംഗലാപുരം മൊത്തത്തിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ആ സിറ്റി സെൻറ്റർ മാത്രം കണ്ടിട്ട് പിന്നെ തിരിച്ചിങ്ങ് പോന്നു. ആക്ച്വലി അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം എന്നുള്ള പ്ലാനിലാണ് പോയത്. നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ബീച്ചുണ്ട്, അവിടെ പോകണം. പിന്നെ ആ ഒരു ടൗണിൽ കൂടെ കുറേ നടക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷെ ചൂട് പിന്നെ കൊച്ചിനെ കൊണ്ട് തീരെ പറ്റുന്നില്ല. ഒട്ടുക്കത്തെ ചൂടായിരുന്നു ഈ വണ്ടിയും ട്രാഫിക്കും. അത് കാരണം പിന്നെ ഒഴിവാക്കി ഞങ്ങൾ വൈകുന്നേരം രാത്രി തന്നെ തിരിച്ച് ഇവിടെ വീട്ടിലെത്തി. അപ്പം മംഗലാപുരം പോക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.